ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മാർത്തോമാ സഭ. പാലക്കാട് ബ്രൂവറി തുടങ്ങാനായുള്ള സർക്കാർ നീക്കം സർവനാശത്തിനായെന്ന മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രോപൊലീത്ത പറഞ്ഞു. 130ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വിമർശനം. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ ലഹരിക്കെതിരായുള്ള വാക്കുകളെ മാർത്തോമാ സഭ അധ്യക്ഷൻ ഉദ്ഘാടന ചടങ്ങിൽ പിന്തുണച്ചു. യുവാക്കളും കൗമാരക്കാരും ഉൾപ്പെട്ട കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ, ഇതിന് കാരണമായ ലഹരിയുടെ ഉപയോഗം ഇവ ചൂണ്ടിക്കാട്ടിയായിരുന്നു മാർത്തോമാ സഭാ അധ്യക്ഷന്റെ വിമർശനം. സംസ്ഥാനത്ത് മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വ്യാപകമാകുന്നുവെന്നും മദ്യവിൽപ്പന വരുമാനമായതിനാൽ സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. മദ്യത്തിന്റെ കുത്തൊഴുക്കുള്ള സംസ്ഥാനത്ത് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ നീക്കം കേരളത്തിന്റെ സർവനാശത്തിനാണെന്ന ഉത്കണ്ഠ അദ്ദേഹം പ്രകടമാക്കി. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? മലയാളിയുടെ മാനസികാരോഗ്യം തകർക്കുന്നതിൽ മദ്യവും മയക്കുമരുന്നുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പാലക്കാട്ടെ ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മളുടെ ഉത്കണ്ഠ. ലഹരിക്ക് എതിരായ പോരാട്ടങ്ങളിൽ ഇതര സമുദായങ്ങളുമായി കൈകോർക്കുവാൻ നമുക്കിടയാവണം. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ മാർത്തോമാ സഭാ അധ്യക്ഷൻ ഉദ്ഘാടന വേദിയിൽ ഉദ്ധരിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുടുംബങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ RSS സർസംഘചാലക് പറഞ്ഞത് ശ്ലാഘനീയമെന്ന് മാർത്തോമാ സഭാ അധ്യക്ഷൻ. ചെറുകോൽപ്പുഴ കൺവെൻഷനെത്തിയ RSS മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് കുട്ടികളെയും യുവാക്കളെയും ധർമ്മബോധത്തിൽ വളർത്തേണ്ട ആവശ്യകത ഊന്നിപ്പറയുകയുണ്ടായി. ലഹരിക്ക് എതിരായ പോരാട്ടം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിലെ സ്നേഹ അന്തരീക്ഷത്തിൽ നിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവ ശ്ലാഘനീയമാണ്. ലഹരി മരുന്നിനെതിരായ പോരാട്ടത്തിൽ വിവിധ സമുദായ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ മാർത്തോമാ സഭ സന്നദ്ധമാണെന്ന കാര്യവും ഞാനിവിടെ പ്രസ്താവിക്കട്ടെ. അന്ധവിശ്വാസ നിരോധന ബിൽ ഉടൻ പാസാക്കണമെന്നും മാർത്തോമാ സഭാ അധ്യക്ഷൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 9 വരെയാണ് മാരാമൺ കൺവെൻഷൻ കോഴഞ്ചേരി പമ്പ മണപ്പുറത്ത് നടക്കുന്നത്. ജനം, പത്തനംതിട്ട.